ഒന്ന് നന്നാക്കി തരണേ റഹ്മാനെ. സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. തഖ്വയുള്ളവരാക്കണേ റബ്ബേ. റഹ്മാനുറഹീമായ തമ്പുരാനെ, എന്നോടുകൂടെ കഴിയിറക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാർ പ്രായമുള്ളവരാണ്, രോഗികളാണ് റബ്ബേ. നടക്കാൻ കഴിഞ്ഞിട്ട് നടക്കുന്നവരല്ല, നിൽക്കാൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരല്ല, നിന്റെ തൃപ്തി കിട്ടുമെന്ന് മനസ്സിലാക്കി മാത്രം നിൽക്കുന്നവരാണ് റബ്ബേ. ഇവിടെ വന്നുള്ള ഈ സഹനങ്ങളൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നതും ചെയ്താൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം പ്രയാസങ്ങൾ കൈകർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉമ്മമാരുമാണ് റബ്ബേ. രോഗികളുണ്ട്, ശിഫയാക്കണേ റഹ്മാനെ. രോഗികളുണ്ട്, ശിഫയാക്കണേ റഹ്മാനെ. റൂമിൽ നിന്നോട്ട് വരാൻ കഴിയാതെ രോഗം കാരണമായി തവാഫിന് വരാൻ കഴിയാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഹാജിമാരുണ്ട് റബ്ബേ. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഹജ്ജ് പ്രതീക്ഷിച്ച് വന്നവരാണ് അല്ലാ. കാമിലായ ഹജ്ജ് നൽകണേ റഹ്മാനെ. കാമിലായ ഹജ്ജ് നൽകണേ റഹ്മാനെ. ഒരു കുറവുമില്ലാത്ത ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾക്ക് പലയൊക്കെ മറപ്രാതികളുള്ളവരുണ്ട്. ഹൃദയത്തിനകത്ത് റബ്ബേ ഇരുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. മഖാമിലിരുന്നതിന് ശേഷവും ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് പറയുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച ഉമ്മമാരുണ്ട്. പ്രത്യേകിച്ച് മക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളെ മക്കൾക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവരുടെ കരയുന്ന വേദനിക്കുന്ന മനസ്സുകളും കണ്ണുകളും കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. മനസ്സമാധാനം കൊടുക്കണേ റഹ്മാനെ. വിവാഹം ചെയ്തയച്ച ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭർത്തൃ വീട്ടിൽ സന്തോഷം നൽകണേ റഹ്മാനെ. അവരുടെ ഭർത്താക്കന്മാർ അവരോട് മഹബ്ബത്തും മവദ്ദത്തും നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ട്, മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വഅസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഭാര്യയെ ഭർത്താവിൻ്റെ ഉടലുകളിൽ നിന്ന്, ഭാര്യകളിൽ നിന്ന് ശ്രദ്ധിച്ച് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ വ്യത്യസ്തങ്ങളായ വീടുകളിൽ നിന്ന് വന്ന രണ്ടു ഇണകൾക്ക് പരസ്പരം മവദ്ദത്തും മഹബ്ബത്തും ഇൽഫത്തും സ്നേഹവും നീ ഇട്ടുകൊടുക്കുന്നത്. ഇതിൻ്റെ അത്ഭുതങ്ങളായ ആയാത്താണെന്ന് നീ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. റബ്ബേ, ആയാത്തുകൾ ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. നിന്റെ ആയാത്ത് ഞങ്ങളുടെ മക്കളിലൂടെ കാണിച്ചു തരണേ അല്ലാ. വിവാഹം ചെയ്തയച്ച ഞങ്ങളുടെ മക്കൾ സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് കയറി വരുന്നത് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ സ്നേഹത്തോടുകൂടെ ജീവിതം കണ്ട് അനുഭവിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. വീടില്ലാത്ത മക്കളുണ്ട്, വീട് നൽകണേ അല്ലാ. വീടില്ലാത്ത മക്കളും മരുമക്കളും ഉണ്ട്, അത് നൽകണേ റഹ്മാനേ. നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനേ. വിവാഹം കഴിക്കാനുള്ള മക്കളുണ്ട് റബ്ബേ, ചിന്തകളെ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനേ. സന്തോഷം നൽകണേ അല്ലാ. നിങ്ങളുടെ ഹജ്ജുമാരുടെ കൂട്ടത്തിലും ഗർഭിണികളുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ പുണ്യവും ബറക്കത്തുമുള്ള സ്വാലിഹായ മക്കളെക്ക് ജന്മം നൽകാനുള്ള ഭാഗ്യം അവർക്ക് ഞങ്ങളെ എല്ലാ മക്കൾക്കും നൽകണേ റഹ്മാനേ. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാനേ. ചതിയന്മാരുടെ ചതിയിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. ചതിയന്മാരുടെ വഞ്ചനയിലും നീ പെടുത്തല്ലേ റഹ്മാനേ. നാട്ടിൽ കേൾക്കുന്ന വ്യത്യസ്തങ്ങളായ പല അപകടങ്ങളുമുണ്ട്. അല്ലാഹുവേ, ഒരൊറ്റ അപകടത്തിലും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കുടുംബത്തെയോ ഭാര്യ സന്താനങ്ങളെയോ മാതാപിതാക്കളെയോ ഞങ്ങളുടെ ശിഷ്യന്മാരെയോ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങളൊക്കെ റോട്ടിലൂടെ വാഹനം ഓടിച്ച് അത് യാത്ര ചെയ്യുന്നവരാണ്. വാഹനത്തിലും അല്ലാതെയും റോട്ടിലൂടെ നടക്കുന്നവരാണ്. ഓരോ സെക്കൻഡിലും നാടുകളിൽ നടക്കുന്ന വലിയ വലിയ അപകടങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അതിൽ നീ പെടുത്തല്ല റബ്ബേ. നിങ്ങളെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന മയ്യത്തുകളുടെ കൂട്ടത്തിലും വെള്ളത്തിൽ നിന്ന് മുക്കിയെടുക്കുന്ന മയ്യത്തുകളുടെ കൂട്ടത്തിലും അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട മരണങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങൾ ആരുടെയും മരണം നീ പെടുത്തല്ല റബ്ബേ.